ഹലോ, മാസങ്ങൾക്ക് ശേഷം ഞാൻ വന്നേക്കാണ്. അപ്പോൾ എന്താ തുടങ്ങണ്ടേ, എന്താ പറയണ്ടേ ഒന്നും അറിയില്ല, ഒക്കെ മറന്നു പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഒരു ആനേനെ കാണാൻ, ഒരു ആനയില്ല കുറേ ആനകളെ കാണാൻ വന്നേക്കാം കേട്ടോ. തൃശ്ശൂർക്കാരിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം തൃശ്ശൂരുള്ള ഓരോ സ്ഥലങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ വന്നേക്കണത് നമ്മുടെ ഗുരുവായൂരിലുള്ള ആനക്കോട്ട കാണാനാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം വന്നേക്കാണ്. ഇവിടെ രണ്ടാനകൾ, ഇവിടെ ഒരു വലിയൊരു ആന, ഇവിടെ ഒരു ചെറിയ ആന കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ. നിങ്ങൾ നിന്നപ്പോൾ അതും നിന്നു, അതെ നിങ്ങൾ തുടങ്ങിയപ്പോൾ അതെ അതും തുടങ്ങി. മതിരാ ഇല്ല, ദേഷ്യം പിടിപ്പിക്കില്ല, അത് കാണിക്കുന്നത്. ഇവര് നിന്നു നേരെ നിൽക്കി. ഇത് മേത്ത് മണ്ണ് വാരിയിട്ടിട്ട് കണ്ട മണ്ണ് വാരിയിട്ടിട്ട്, അത് ആക്ടിങ് ചെയ്യല്ല, അത് അതിൻ്റെ ഒരു അതെ മണ്ണ് വാരിയിടുന്നു കണ്ടാ. ദേ അതും മണ്ണ് വാരിയിട്ടുണ്ടാ, ദേ ഇതിന്റെ മേത്ത് നോക്കി മണ്ണ് വാരിയിട്ടിട്ട്. ചൂടായ കാരണേ ഇത് കൊമ്പനത്, കൊമ്പൻ വലിയ കൊമ്പൻ. എൻ്റെ അമ്മേ നീ ഒന്നും വിടാണ്, കാലൊക്കെ കയറ്റി വെച്ച് കാല് കാശു തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് നിൽക്കണം കൂടെ നല്ല ഉയരണ്ട്. അടിപൊളി ഉയരല്ല, വണ്ണുണ്ട്, സൈസ് ഉണ്ട്. കൊമ്പ് കണ്ടാ, മണ്ണൊക്കെ മേത്ത് വാരിട്ട്. ഇവിടെ നീരാട്ടിലാണ് പുള്ളിക്കാരൻ, വിശാലമായി കുളിക്കി. എന്തോരം ആനകളാലേ, കൊറേ ആനകളുണ്ട് കാണാൻ, നല്ലോണം ആൾക്കാരുണ്ട്. ഇതാണ് സൂപ്പർന്ന് കുളിക്കണപ്പളേ, കുളിസീൻ കാണാൻ ഞങ്ങള് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. കുളിസീൻ അല്ലേ പാപ്പ, ആനയുടെ കുളിസീൻ. ദേ അവിടെ ഒരെണ്ണം കുളിക്കുന്നു. ഇങ്ങോട്ട് ഇതൊന്നും അറിഞ്ഞില്ല. അമ്പോ ഇതെന്തപ്പത് കാണുന്ന കുറിയാ, അടിപൊളി കുറിയൊക്കെ തൊട്ടിട്ടാണ് ഗടി നിൽക്കണം. എന്താ അവിടെ അവിടെ അടുത്ത് പോയി കാണാൻ പറ്റുമോ? എന്താ ഇവിടെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പത്തെ കുളിസീനൊന്നും ക്യാമറയിൽ പകർത്തട്ടെ. അതിൻ്റെ ഇടയിൽ കുളിയും ഉണ്ട് തീറ്റയും ഉണ്ട് കേട്ടാ. നല്ലോണം മേത്ത് വെള്ളടിച്ച് കൊടുക്കുന്നുണ്ട്. ഓ തണുക്കട്ടെ, ശരീരം മൊത്തം ഒന്ന് തണുക്കട്ടെ. മേത്ത് മണ്ണ് വാരി ഇട്ടിട്ടുണ്ട്. വിശാലമായി കുളി കണ്ടാ, വലിയ ചങ്ങലക്കാണ് ഇട്ടാണ്. നിനക്ക് കണ്ണ് കാണാനില്ലടാ, ഇവർക്ക് പേടിയായിട്ടാ ഇവര് നിൽക്കുന്നു. നിങ്ങള് മതം പൊട്ടും ചങ്ങല അഴിച്ചു വരും എന്ന് പറഞ്ഞിട്ട്. സൂപ്പർ, എന്തായാലും നിനക്ക് ഇഷ്ടായ, രണ്ടാൾക്കും ഇഷ്ടായ. ഇഷ്ടായ നല്ല തണലുണ്ടല്ലേ. നട്ടു ഉച്ചയ്ക്ക് വന്നേക്കണ, പക്ഷെ
മരങ്ങളുടെ ഒരു തണലുണ്ട്, നല്ല ഭംഗിയുണ്ട് ഇവിടെ, നല്ല തണലാണ്. ആനയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അത് അമ്പോ അതിൻ്റെ കൊമ്പ് നോക്കിക്കണ്ണ, എൻ്റെ അമ്മോ. നിക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ട് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കട്ടെ. ഇതാണ് കരിങ്കാളി അല്ലേ? അയ്യോ എന്റെ കർത്താവേ, ആ പാട്ടിൽ നമ്മൾ കാണാറില്ലേ ആനേര ഒരു ഇത്. അമ്പോ അല്ല ടാറ്റ കൊടുക്കണ്ട് കുട്ടപ്പായി, ടാറ്റ കൊടുക്കാനേ. ആ കൊക്കുണ്ട് കൊക്ക് അതിന്റെ മണ്ടയിലിരിക്കും. അതെ, എന്നിട്ടാണ് കുറച്ച് നേരത്തെ വരാം. അയ്യോ എനിക്ക് പേടിയാവണേ. കുറച്ചൊക്കെ അപ്പുറത്തല്ലേ, നമുക്ക് അതിനെ കാണാൻ പറ്റിയില്ലേ. അതാണ് പേരുണ്ട് കേട്ടോ, ഓരോ ബോർഡുകളുണ്ട്. നന്ദന. അയ്യോ അങ്ങോട്ട് മാത്രം നന്ദനാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നന്ദനോ നന്ദൻ എന്ന് കാണാണ്ടാവും. മറ്റേത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവി. ഇങ്ങോരവിടെ സ്റ്റാച്ചു പോലെ നിന്നപ്പോ ഞാൻ ഒന്ന് പേടിച്ചു. എന്താ ഇങ്ങനെ നിക്കണേ? തോട്ടി എന്റെ മേത്ത് വെച്ച് ചാരി വെച്ചിട്ടുണ്ടല്ലോ. എന്താണാവാ? വേണ്ട സ്റ്റാച്ചു പോലെ നിൽക്കണണ്ട. വാലാട്ടുണ്ട്. അവളെ ആനേനെ വീഡിയോ എടുക്കാന്ന്. നീ എടുക്കാറായ? നിനക്ക് എടുക്കാറിയോ? പാപ്പ തരുന്നു. എൻ്റെ അമ്മേ വീഡിയോ എടുക്കണ നോക്ക്. ഈച്ചോ വലിയ കുട്ടി. അവരവിടെ എത്തി. എത്രണ്ണായി? എത്രണ്ണം കണ്ടു? നിക്ക അപ്പോ അത് ഇത്തിരി കുറുമ്പനാന്നാ കേട്ടത്. ഇത് കൊണ്ടാ തുമ്പിക്കൈക്കൊന്നും ഇട്ടണ്ട, എടുക്കും നിന്നെ. നിന്നെങ്ങനെ തുമ്പീനെ എടുക്കണ പോലെ എടുക്കും, അല്ല പൂച്ചക്കുട്ടീനെ എടുക്കണ പോലെ എടുക്കും. അമ്പോ കുളി. എത്രണ്ണായി? 12 ആയാ? ഇനി അപ്പുറത്തെ കോമ്പൗണ്ടില്ല. ഇനി ഉണ്ടല്ലോ. ഇവിടെ നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കേ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാ പറഞ്ഞത്. അവിടെ എന്തോ കാര്യമായിട്ട് പഠിപ്പിക്കണതല്ല. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വാടാ. എന്തോ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഇതേ നോക്കിയാ ചേട്ടൻ ആനയോട് പറയണത്. അതനുസരിക്കുന്നുണ്ട്, എന്തോ പറഞ്ഞു അതിനോട്. അതാണ് ആനപ്പാപ്പാൻ. പാപ്പാനെന്തോ പറഞ്ഞു. നിന്നു എന്തോ പറയണ്ടായിരുന്നു. നിങ്ങൾ ഓളിയുടെ കാരണം ഞാൻ കേട്ടില്ല. ഞങ്ങളുടെ ഓളിയുടെ ഒപ്പം കുയിലിൻ്റെ ഓളി ഓരേ. നിൽക്കട്ടാ കുട്ടു നിൽക്കാൻ പറഞ്ഞ വണ്ടി വരുന്നുണ്ട്. അതിനോട് അനങ്ങാണ്ട് നിൽക്കാനാ പറഞ്ഞേന്ന് തോന്നുന്നുണ്ട്, വേസ്റ്റ് കോരാനേ.
കാല് പൊക്കാൻ പറഞ്ഞപ്പോ കാല് പൊക്കി. കൈ കെട്ടാൻ തുമ്പി കൈ കണ്ട. കൈ കെട്ടാൻ പറഞ്ഞപ്പോ തുമ്പി കൈ കെട്ടി കണ്ട. കൈ കെട്ടാൻ പറഞ്ഞപ്പോ കണ്ട. അല്ല കണ്ട. കൈ കെട്ടാൻ പറഞ്ഞപ്പോ കൈ കെട്ടിയത് കണ്ട. കണ്ട. പേടി കണ്ട. പാപ്പാനോട് പേടി കണ്ട. അവല് ആമിയ ആനയോട് എന്തിട്ടാ പറഞ്ഞ ചേട്ടാൻ? എന്തിട്ട് ഡയലോഗ പറഞ്ഞ ചേട്ടാൻ? ഇങ്ങോട്ട് നോക്കിട്ട് പറയേ. കൈ കെട്ടാനാ? ആ അയ്യോ കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കില്ല. വേണ്ട വെള്ളം കുടിച്ചോന്ന് പറഞ്ഞാൽ കുടിക്കും, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ കുടിക്കില്ല. അത് നമ്മുടെ മേത്തേക്ക് എങ്ങാനും ചീറ്റിയാൽ നമ്മളിവിടുന്ന് കുളിച്ചു. അവല് വെള്ളത്തിൽ നമ്മൾ കുളിക്കും. അത് തന്നെയാണ് വാഴപ്പിണ്ടി. ചുമ വന്നു. വാഴപ്പിണ്ടി കണ്ട, വാഴപ്പിണ്ടി തിന്നണ്ട. കയ്യോണ്ട് ആ എൻ്റെ അമ്മ തുമ്പി കൊണ്ട് എടുത്തു നോക്കിയേ. തോണ്ടു വേണ്ടേ? എന്തോ പറഞ്ഞല്ലോ. തോണ്ടി എടുത്ത് തിന്നു. എന്താടാന്ന് സൗണ്ട് അതൊക്കെ തോന്നുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കിയോളൂ. നീ പേടിക്കണ്ട. അത് വേണ്ട, പട്ട മതിയുന്നു. വാഴപ്പിണ്ടി വേണ്ടാന്ന് പട്ട വലിച്ചെടുക്കും. ആ പട്ട വലിച്ച് തിന്നും. അപ്പൊ കൂട്ടും മാറിക്കോട്ടെ. ഏറെ മോന്ത പോവും. അയ്യോ അതിനോട് പറഞ്ഞതാണ്, അത് എടുത്ത് നിൽക്കാൻ പറഞ്ഞതാവും അല്ലേ? ആ അത് പിടിച്ച് നിൽക്കാൻ പറഞ്ഞതാണ്ടാ തോന്നുന്നു. അതോടെ ഇട്ടു എടുക്കാനാ പറയണ അതിനോട്. ആ എടുക്കാൻ പറയാ. കണ്ട കണ്ട പ്രാക്ടീസ് തുടങ്ങണ്ട. അത് സർക്കസിൽ ചേർത്താനല്ല പോടണത്. നിങ്ങൾക്കില്ലാത്ത സാധനം ആന ചെയ്യണത്. അനുസരണ ചേട്ടാ. എൻ്റെ മോൻ അനുസരണ കഴിഞ്ഞിട്ട് സൂപ്പർ മോനാട്ടല്ല നല്ല ആനാക്ക.
കണ്ട അതെ ഇങ്ങോട്ട് നീങ്ങിക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങിക്കും അവിടെ ഇട്ടു ഓക്കേന്ന് പ്രാക്ടീസ് കൊടുക്ക കണ്ട എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനേക്ക് മനസ്സിലാവുള്ളൂ ആയിക്കോട്ടെ നമുക്കിത് കാണാനാണ് നമ്മൾ വന്നേക്കണത് കടിക്കുന്നില്ല പോവാ നമുക്ക് കണ്ടില്ലേ ഇനി നമുക്ക് പോവാ പറ്റില്ലേ ഇതേ ചെരുപ്പൊക്കെ ഊരിട്ട് താമസം ചെയ്യാൻ പോണു വരത്തി ഇരിപ്പായി അടിപൊളി ഇഷ്ടായാ കൊണ്ടുപോണാ വേണ്ടേ സൗണ്ട് ഉണ്ടാക്കിയപ്പോ പേടിച്ചാ ഞാനെന്നെ കാണാനില്ലല്ലോ അപ്പൊ എടുക്ക് പപ്പ എടുക്ക് ഇത്ര നേരം അവിടെ നിന്ന് നോക്കി നിന്നൂട്ടാ കൊമ്പണ്ട കൊറേണ്ട് പക്ഷെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല അവർ സമ്മതിക്കില്ല അവിടെ ഞാൻ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് കൊലപാതക അതുകൊണ്ടല്ലേ നോ എൻട്രി ഇവിടെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ ഇത് ഇവിടെ തന്നെ കോളനി ആയിരിക്കും അല്ലേ അതില് ആമ്പലിന്റെ ഇല്ലേ പപ്പ ഈ കിടക്കണത് ആമ്പല താമര അമ്മോ കൊറേ മീനുകളുണ്ടല്ലോ അതൊരു വളർത്തണതായിരിക്കും കൊറേ ഉണ്ട് പലതരം ഉണ്ടല്ലോ ഇല്ലേ പപ്പ ഇവിടെ അങ്ങോട്ട് പോയിരുന്നിട്ടാ കൊൽസിനെടുത്തോട്ടെ ആനപ്പിണ്ടത് ആനപ്പിണ്ട ചവിട്ടാൻ പോടും മൂട്ടി വളരാനാണാ ആനപ്പിണ്ടം ചവിട്ടിയ മൂട്ടി വളർന്ന് ചുമ്മാ പറഞ്ഞു അതേരം കൊണ്ട് ആനപ്പിണ്ടം ചവിട്ടാൻ പോയി എൻ്റെ മകൻ ഞങ്ങളിപ്പോളേ സത്യം പറഞ്ഞ അയ്യോ വണ്ടി 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 ഞങ്ങള് ഇപ്പോ നമ്മളിവിടെ എത്തി ഞങ്ങളിപ്പോ പൊന്നാനി ചാവക്കാട് എത്തി മറ്റേത് ആനക്കോട്ടയായിരുന്നു അങ്ങനെ നമ്മൾ ആനക്കോട്ട കണ്ടു കഴിഞ്ഞ് ഇനി എടക്കളത്തൂർ പൊന്നാനി ഭാഗം ഇവിടെ ഒരു സൂ ഉണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാ പക്ഷെ ഇവിടെ ഒരു വലിയൊരു പൂരം നടക്കുന്നുണ്ട് അപ്പോ പൂരം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് ഒരു മണിക്കൂറേ 1 കിലോമീറ്റർ യാത്ര നടന്നു പോണം അത് കണ്ടു വരുന്നവരും കാണാൻ വരുന്നവരും റോഡ് നിറച്ചുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അല്ല പിന്നെ ഇഷ്ടമായ ഇന്നത്തെ ദിവസം നീ ഫുൾ കറങ്ങലല്ലേ കുറച്ചൊരു ദൂരം നടക്കണം പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ ഇത്ര പ്രശ്നമില്ല അല്ലേ പൂരായ കാരണം ഇങ്ങോട്ട് വണ്ടികളൊന്നും ഇല്ല പിന്നെ ഈ വണ്ടികളൊക്കെ ഒതുങ്ങ കുറച്ചൊരു നടക്കണ്ടായി വന്നു പിന്നെ ഈ ഒരു കുറുമ്പിയോ കത്തിരിക്കുന്ന കാരണം അതാണ് മെയിനായിട്ടൊരു പ്രശ്നം അല്ലേ കുട്ടി കുറുമ്പി നടക്കാൻ കിടുന്നത് നടക്കാൻ എനിക്ക് പറ്റണ്ടേ ഇവള് കുറച്ചേരം പപ്പട പുറത്തിരിക്കും പിന്നെ മമ്മീടെ ഒക്കത്തിരിക്കും നീ നടക്ക് കാണിച്ചു തരാം നീ വെയിറ്റ് ചെയ്യ് അവിടെ ചെന്നിട്ട് പാമ്പിനെ പിടിക്കൂ
ആ പിന്നെ ആൾക്കാർ ഓടില്ലേ. ഞാൻ അവിടെ ചെന്നിട്ട് പാമ്പിനെ പിടിക്കൂ ഇല്ലേ? പിന്നെ എന്തിനാ വന്നാ? പാമ്പിനെ പിടിക്കാനാണ് ഇവിടെ വന്നേക്കണത്. നിന്റെ കഴുത്തില് ഓന്തിനെ പിടിച്ചിരുന്ന കാര്യം നിന്റെ കഴുത്തില് പാമ്പിനെ ഇടാനാണ് വന്നേക്കണ്. നോക്കിയത് എവിടെ? റെസ്റ്റോറന്റ്, ബീച്ച്, മറൈൻ വേൾഡിന്റെ ചിൽഡ്രൻ പാർക്ക്. അതെ വായോ എത്തി മക്കളെ. അതെ യെസ് 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 യെസ്. ട്രെയിനുണ്ട്, ട്രെയിൻ യാത്രയുണ്ട്. എന്താ ട്രെയിനിൽ പോവാൻ വേണമെങ്കിൽ നീ പോണ്ട ഇല്ലേ? ചിൽഡ്രൻസ് പാർക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പാർക്കിലേക്കല്ല മെയിനായിട്ട് ഇവിടെയാ വായ ഇവിടെ സിനിമയൊക്കെ ഉണ്ട്. നോക്കിയ സിനിമ കാണാം. വായോ കൊട്ടം വേണോ? കൊത്തുട്ടാ ഒരു കൊത്തു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കലപിലകൾ കണ്ട് സഹിച്ച എല്ലാവർക്കും നന്ദിയിട്ടാ. എന്തായാലും നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിട്ടില്ല. ഇതിനകത്ത് ഇനിയുള്ള ഓളിയും ബഹളമൊന്നും നിങ്ങൾ കേൾക്കണ്ട വിചാരിച്ചു. പിന്നെ കുറേ കിളികളുടെ സൗണ്ടും പിന്നെ ഞങ്ങളുടെ സൗണ്ടൊക്കെ ആയപ്പോൾ ആകെ കലപിലയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ട് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറിയതിനെ കുറേ കിളികളുണ്ട് കേട്ടോ. അപ്പോൾ ആ കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് അവിടെയുള്ള ചേട്ടൻ ഞങ്ങളുടെ കയ്യിലെല്ലാവരുടെ കയ്യിലും കുറച്ച് തീറ്റ വെച്ച് തന്നു. ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ തോളിലിരിക്കുന്ന കിളിയായിരിക്കും കയ്യിലേക്ക് വന്ന് കൊത്താൻ എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കിളിയാവില്ല, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വേറെ കിളികൾ വരും. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് പേടിക്കാണ്ട് ഓളിടാണ്ട് നിന്നോന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ കയ്യിലേക്ക് ഒരു കിളി വന്നു. പിന്നെ അപ്പൂൻ്റെയും കുട്ടൂൻ്റെയും കയ്യിലേക്ക് ഓരോന്നോരോന്ന് അവർക്കൊക്കെ ഇത് ഇത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആമിയുടെ തലയിലേക്ക് ഒരു കിളീനെ വെച്ച് കൊടുത്തപ്പോൾ ആമി ആകെ ഓളിയും ബഹളം വെച്ചു. അവസാനമാണ് എൻ്റെ കയ്യിലേക്ക് ഒരു കിളി വന്നത്. എൻ്റെ അമ്മ പറയണ്ട, അത്രയും സന്തോഷമായിരുന്നു. എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ആർക്കും നേരമില്ല. എല്ലാവരും കിളീനെ നോക്കിയിരിക്കുന്ന തിരക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തു. അല്ലാണ്ട് ഞാൻ ഇതിപ്പോൾ ചെയ്യുക. പണ്ടേ തന്നെ പിന്നെ കിളികളെയും മൃഗങ്ങളെയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ ആ മുഖത്തെ ചിരി കണ്ടറിയാം. അപ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര ചിരിയാണ് എനിക്ക്. പിന്നെ എനിക്കൊരു പേടിയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ചില മൃഗങ്ങളിൽ ഒരു പേടിയുണ്ട്, അത് ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട്. അതിലൊരു ചാത്തൻ കോഴി ഭയങ്കര ഡേഞ്ചറാണ്. അതെന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് കൊത്തും. അത് കാരണം ഉള്ളിലൊരു പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവ കൊത്തണ കാരണേ. അങ്ങനെ ഈ കിളികളൊക്കെ കണ്ടപ്പോൾ മനസ്സ് ആകെ നിറഞ്ഞു, സന്തോഷമാണ്. പിന്നെ എൻ്റെ അല്ലേ മക്കൾ പറയണ്ട, അവർക്കും ഈ വക കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പട്ടി വളർത്തണമെന്നുള്ള ഭയങ്കര ബഹളം ഒക്കെ ഉണ്ട്. പട്ടീനെ വേണം, പട്ടീനെ വാങ്ങിക്കണം, വളർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പാമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. പേടിച്ചൊന്ന്. പിന്നെ അതിനെ കയ്യിൽ മേത്ത് വെച്ച് തരണോ എന്നൊക്കെ ചോദിച്ചു അവർ. എനിക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഉപദ്രവിക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല. കുറേ പേരിങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു, കഴുത്തിലും കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഉപദ്രവിക്കുന്നില്ല, അത് നല്ല സേഫാണ്. ഇതെന്തൊരു സാധനം, ഓന്താണാവോ അറിയില്ല കേട്ടോ. എന്തൊക്കെയോ മൃഗങ്ങൾ, ഓരോരോ ജീവികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. മുള്ളം പന്നിയാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യ, എന്നിട്ടാണാവോ. ഈ കിളീനെ കാണുന്ന പോലെ അല്ല കേട്ടാ,
അതിനെ വാലിമ ഞാൻ പതുക്കെ ഒന്ന് തൊട്ടു. അത് ഇരിക്കുന്ന കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വാലിമ പതുക്കെ ഒന്ന് തൊട്ടു. തൊട്ട വഴിക്ക് അതിൽ നിന്ന് അതിന്റെ വാല് വേണ്ട, റിസ്ക് എടുക്കണ്ട. വായ വായ ഇതിലേ അങ്ങോട്ട് അങ്ങോട്ട് റെസ്റ്റ് എടുക്ക. ഇഗ്വാനാടാ പേര്. സുന്ദരിമോ എലിക്കുട്ടികളാ അയ്യോടാ കേക്കടാ സുന്ദരി എലിക്കുട്ടികൾ ചോദിച്ചാ പപ്പോട് എന്താ എല്ലാവരും കയ്യിൽ പിടിക്കാണ്ടില്ലേ? അയ്യോ സുന്ദരി കോയി ഞാൻ ഓരോന്ന് കണ്ടു പറ്റും. നിങ്ങളെ കൂടി കണ്ടതല്ല, ഞാൻ കാണട്ടെ വിശദമായിട്ട്. ഇത് ഇവിടെ ഇരിക്കണ്ട. അയ്യോ നോക്കടാ, മൊട്ടിട്ടേക്കണു. കുഞ്ഞെ മൊട്ടിട്ടാണ് കണ്ട. അതിന്റെ വാല് ഇതിന്റെ വാല് കണ്ട ഫോണില് സൂമിട്ട കണ്ട കുഞ്ഞെ മുട്ട. ഇതിലോ അങ്ങനെ കാണാനില്ലോ. ഇവിടെ ഇണ്ടാ ഇവിടെ നിറച്ച് മുട്ടകളോ. അതാ ഇത് നമ്മള് മറ്റേ ടി വിയിൽ കാണാറുള്ളതല്ലടാ. അതെ ഇതല്ലടാ. പലതരം കിളികളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കാടനെ കണ്ടു. ഞങ്ങളിങ്ങനെ മുട്ടയിട്ടിട്ട് കുഞ്ഞു കുഞ്ഞേ മുട്ടകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കണതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നല്ല അലങ്കാര കോഴികൾ, കിളികൾ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ വന്ന വഴിക്കാണ് ദൈവമേ ഈ മീനുകളെ കണ്ടത്. എന്തൊരു വലിപ്പമുള്ള മീനുകളാണെന്നറിയോ. അപ്പുറത്തെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർക്ക് കൊടുക്കാൻ ഫുഡ് പോലെ കുഞ്ഞു കുഞ്ഞു മീനിൻ്റെ കഷ്ണങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. അവരിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പവും കൂട്ടും അങ്ങനെ ഇട്ട് കൊടുത്തു. അവരത് കണ്ടപ്പോൾ അവർക്ക് ആകെ പേടി. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചാടിയിട്ട് അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ ദേ ചാടുന്നത് കണ്ട 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 പെട്ടെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ ഈ വക സാധനങ്ങൾ പെട്ടെന്ന് കാണുമ്പോഴേ നമുക്കൊരു ഉള്ളിലൊരു പെടച്ചിൽ. ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനത്തെ ഒരു മീനുകളൊന്നും കണ്ടിട്ടില്ലേ. അപ്പോൾ അവരിത് എങ്ങനെ ഇട്ട് കൊടുത്തു. അവർ ഭയങ്കര ഇതിൽ മമ്മി ഓടി വായോ, ഇവിടെ മീനിന് നമുക്ക് തീറ്റിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. മറൈൻ വേൾഡ് നാട്ടാ സ്ഥലത്തിൻ്റെ അല്ല ഒരു ഇത് ഈ മൃഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർക്കുണ്ട് അവിടെ. പിന്നെ 3D പോലെയുള്ളത് കാണാണ്ട് എല്ലാം നമുക്കൊരു ദിവസം പോയി എൻജോയ് ചെയ്യാം. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ തൃശ്ശൂർക്കാർ ഒത്തിരി പേര് പോയി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിത് ഇപ്പോഴും നല്ലാട്ട പോയത്, മുന്നേ പോയിട്ടുള്ളതാണ്. പിന്നെ വീഡിയോസൊന്നും എടുക്കാറില്ല, നമ്മളിതിൽ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പം ഇനി വിചാരിച്ചു ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട്. വേറെ ആരും കണ്ടില്ലെങ്കിൽ നമുക്ക് തന്നെ കാണാമല്ലോ നമ്മുടെ വീഡിയോസ്. വേണ്ട, ഞാൻ ഇതിനെ കണ്ടതേ കുയ്യാക്കണ്ടല്ലോ. തൊട്ടോ പപ്പ തൊട്ടോ തൊട്ടോ കൊളിച്ചു തൊട്ടോ. അയ്യ വലിയ കാര്യത്തില് കുട്ടപ്പായി തൊട്ടോ തൊട്ടോടെ. അങ്ങനെ തൊട്ടോ. അതേ കണ്ട ഉണ്ണി തൊടണടാ.
അത് കാര്യമായിട്ടൊന്നും നോക്കാണ്. അതെന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുഴി കുത്തി എന്റെ അടുത്തേക്ക് വരല്ല, എനിക്ക് പേടിയാ. എനിക്ക് ഈ സ്ഥലം നല്ല പേടിയുണ്ട്. അവിടെ കുഴി കുത്തിണു. അതെ എന്റെ അടുത്ത് തീയോ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് പറയും. വളരെ നന്നായി. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. കാശ് കുറച്ച് പോയി. പിന്നെ ഫ്രീ ആയിട്ട് അവർ കാണിച്ചു തരുമോ? അതിൻ്റെ ഉള്ളിലത്തെ എനിക്ക് മറ്റേ ആ അവർ ഇരുന്ന് കസേരയിൽ കണ്ണാടിയൊക്കെ വെച്ചിട്ട് കൊടുന്നു 3D അതെനിക്ക് ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഇനി ഇരുന്ന് ആകെ കൂലിയും കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളെ മൃഗങ്ങളെയൊക്കെ കണ്ടു. സൂപ്പർ, അടിപൊളി, സൂപ്പർ. അപ്പോ നിക്ക്. ഇനി ഞങ്ങൾ പോണത് പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്, ബീച്ച്. അതെനിക്കും ഇഷ്ടം, അത്രയ്ക്ക് ഇഷ്ടം. അപ്പം ഇനി ബീച്ചിലിരുന്ന് കണ്ട് സൂര്യൻ്റെ അറ്റ പറഞ്ഞ് പോണത് കാണാനാണ് ഞങ്ങൾ. സമയം 5 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. സമയം എത്രയും നോക്കട്ടെ. സമയം എത്രയും പപ്പ എനിക്ക് കാണാനില്ല. അയ്യോ 5:10. ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാ. പിള്ളേരൊക്കെ അതാ ഒരുവിധമൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. നാളെ ഇനി ക്ലാസ്സിൽ പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാം. നാളെ ഒരു എക്സാം ഉണ്ട്. അടിപൊളി. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചായ അല്ലെങ്കിൽ സർബത്ത് വാങ്ങിച്ചിരണം കേട്ടോ. ഇതാണ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലല്ലേ? അപ്പൊ ഇത്ര നാള് പോയിരുന്ന ബീച്ചല്ലേ? ഓടരുതേട്ടാ. അല്ല, ഇതാണ് ബീച്ച്. അതെ, ഇവിടെ തുടങ്ങി മണല് വാരല്. എടാ കണ്ണിലേക്ക് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. അതെ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് കണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കടകളൊന്നും വളരെ കുറവ്. അതുകൊണ്ടേ നനഞ്ഞ് കഴിഞ്ഞ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റില്ലേ. നമ്മൾ ബസ്സിലാണ് വന്നേക്കണ. ഓടണം നോക്ക്. ഞങ്ങൾ ചെറ്റി വിട്ട പോലെ ഓടുന്നു. വെള്ളം കണ്ടപ്പോൾ ഇത്ര നാൾ വെള്ളം കാണാത്ത പോലെ ഉണ്ട്. ഹൈ അപ്പോൾ നോക്ക്. അപ്പോ മണൽ വാരല്ലടാ, കണ്ണിലേക്കാവും കാറ്റ്. അങ്ങനെ ഞങ്ങളിതേ അവസാനം എത്തിപ്പെട്ടിരിക്കുന്നത് ഈ കടലിലേക്കാണ് മക്കളെ. കടലിലേക്ക് വന്നുവെങ്കിലും ഞങ്ങളെ അങ്ങനെ കയ്യും കാലൊന്നും നനയ്ക്കാനൊന്നും ഞങ്ങളുടെ ആള് സമ്മതിച്ചില്ല. ആൾക്ക് ഇഷ്ടമില്ല. അങ്ങനെ വെള്ളത്തേക്ക് ഇങ്ങനെ ഇറക്കാനൊന്നും സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണ് അപകടം വരാൻ അറിയില്ല. ഡേഞ്ചറാണ്, വലിയ തിരമാല വരും, കുട്ടികൾക്കൊക്കെ അപകടമാണ് എന്നൊക്കെ പറയാതെ കാരണം വെള്ളത്തിലേക്ക് അങ്ങനെ വിടില്ല കേട്ടോ. പിള്ളേർക്ക് പറ്റുന്ന പോലെ അവർക്ക് ഇത്തിരി പേടിയുണ്ടേനും. എനിക്കാണെങ്കിൽ പേടിയൊന്നുമില്ല. പക്ഷെ എന്നെ വെള്ളത്തിലേക്ക് അങ്ങനെ വിടൂല. കുറച്ച് നേരമൊക്കെ കയ്യും കാലമൊക്കെ നനച്ച് കഴിഞ്ഞാൽ മതി കയറിക്കോ എന്നുള്ള ഒരു ടോപ്പ് വരും. പിന്നെ കയറന്നെ. അപ്പോൾ അപ്പവും കൂട്ടനും മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടപ്പുറത്ത് വന്ന് ഈ മണലിലിട്ടിട്ട് മാന്തന്നെ ഇപ്പം മണലിലിരുന്ന് കുഴി കുത്തി കളിക്കാനാണ് അവർക്ക് ഇഷ്ടം. ആ കുഴിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഞാനൊരു കിണർ കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കളിക്കാറുള്ളത്. എനിക്കാണെങ്കിൽ ഈ തിരമാല ഇങ്ങനെ വന്നടിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ മനസ്സിനൊരു സന്തോഷം. കാലങ്ങനെ നനച്ചു. അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല കേട്ടാ. അങ്ങനെ ബീച്ച് കാഴ്ച കണ്ടു. അധികം നേരം വെള്ളത്തിലിറങ്ങിയില്ല. ക്രാബൊക്കെ കാണാൻ വായു കുറെ ദൂരം പോവാൻ. കുഴപ്പമില്ല കേട്ടാ. വീണങ്ങ ഒരു കുഴപ്പമില്ല. നടക്ക്, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വേഗം പോട്ടെ. ഇനി കാലുമഞ്ഞ് നോക്കിയേ. ചായ കുടിക്കണെങ്ങ ഒരു ഗ്ലാസ് വെള്ളം പോലും ബാഗിലില്ല. ഒരു കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തു. ഞാൻ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കണം.
പിന്നെ ചായയും കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോവും. എന്നിട്ട് കുറച്ചൊരു നടക്കാനുണ്ട്. 1 കിലോമീറ്റർ ഇല്ല കേട്ടോ, 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ നമുക്ക് 1 കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല, 730 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നടന്നു, വേഗം നടന്നു. അത് പിന്നെ ഈ വെയിലുണ്ടായിരുന്നില്ല, അതന്നെ ഒരു സമാധാനം. കൊൽസുവാ നിനക്ക് ചായ വേണടാ? ജ്യൂസ് മതിയാ? ചായ വേണ്ട, ജ്യൂസ് മതി. അപ്പൊ അവിടെ നിന്ന് ജ്യൂസ് നടക്കുന്നു. അയ്യോ ഉടുപ്പൊക്കെ നനഞ്ഞടങ്ങി, തുമ്പ് ഭാഗം നനഞ്ഞു. നമുക്ക് ആ കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കാം. അയ്യോ നിനക്ക് ജ്യൂസ് മതി എന്നല്ലേ? ഓ പോയി കയറത്തണ്ടായില്ല ആ കടയിലേക്ക്. നല്ല ഭംഗിയുള്ള കടലും നോക്കി. ആ ഇവിടെ ഉണ്ടല്ലോ, ആയി അടിപൊളി. ഈ വക സാധനങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പ്രാവ്, കൊരങ്ങൻ, ഒരു കൊരങ്ങൻ, വലിയ കൊരങ്ങൻ. എനിക്ക് വയ്യ, വീഡിയോ കാണുമ്പോ പറയാ ആരാണ് കൊരങ്ങന്ന്. ഇത് 3ാമത്തെ കൊരങ്ങൻ, പിന്നെ ഒരു കുഞ്ഞു കൊരങ്ങി, പിന്നെ ഒരു വലിയ കൊരങ്ങി ഉണ്ട്. നിങ്ങളെന്നും കണ്ടുകൊണ്ടിരിക്കണ ഞാൻ തന്നെ. അത് തോടണ്ടട്ടോ, അവര് തടി കിട്ടും. വന്നേ നമുക്കിത് ഇവിടെ ഇരിക്കുന്നല്ല ഭംഗിയുള്ള നോക്കിയാ, എന്തൊരു ഭംഗിയാ. ഇവിടെ വന്നിരിക്കും, ഇവിടെ ഇരിക്കട്ടെ. ചായ ഒക്കെ കൊണ്ടുവരും ഇപ്പൊ അവര്. ചായയും ലെമൺ ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മേ ലെമൺ ജ്യൂസ് അല്ല നിനക്ക് എന്നിട്ട് മറ്റേ മോജിറ്റോയേ കണ്ണി കണ്ട ടോയൊക്കെ കുടിക്കും. രസാണ്, കുടിച്ചാ